ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്. അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ മേജർ ഏരിയാസിലേക്ക് നമ്മൾ കടക്കുന്നു. ഇനീഷ്യൽ സെഷനിൽ നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സെഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് പോലുള്ള ബേസിക് കൺസെപ്റ്റുകളെ പറ്റിയാണ് ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് പാർട്ടിലേക്കാണ്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് നമ്മൾ കണ്ടു. അക്കൗണ്ടിങ് സൈക്കിൾ എന്നാണ് മനസ്സിലാക്കി. ഈ സൈക്കിളിന്റെ എൻഡിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് മസ്റ്റ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമ്പനിയുടെ പെർഫോമൻസിന്റെ ഇവാലുവേഷൻ ആണ്, പെർഫോമൻസിന്റെ ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലിലുള്ള വേരിയേഷൻസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമായിട്ട് പറയാം. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ആ ഇന്റർപ്രിറ്റേഷൻ വഴി കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതേപോലെ കമ്പനിയുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ ഹെൽത്ത് ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എടുത്താലും മറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്താലും എങ്ങനെയാണ് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് കഴിഞ്ഞ ഒരു ഗീവൺ ടൈം പീരീഡിൽ, സേ ഫോർ 1 ഇയർ, ലാസ്റ്റ് 1 ഇയർ ആയിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, അത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്യാം. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. It is the process of evaluating and interpreting financial statement of a company to make informed decisions about the financial health and performance. In short, എന്താണ്, ഏത് രീതിയിലാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, അതേപോലെ കമ്പനി ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ അതോ ലോസിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് മനസ്സിലാക്കേണ്ടത്. ദി പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഈ അനാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മേജർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ഷീറ്റ് ആണ്. അതിൽ നിന്നും ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്, റൈറ്റ്? ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ പറയുക, ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ബാലൻസ് ഷീറ്റ് ആണ്. ഇന്ന് കമ്പനിയെ സംബന്ധിച്ച് എത്രമാത്രം അസറ്റ്സ് ഉണ്ട്, എത്രമാത്രം ലയബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കും. അപ്പൊ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു നിലയിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ബാലൻസ് ഷീറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കമ്പനിക്ക് എത്രമാത്രം സോൾവൻസി ഉണ്ട്, ലിക്വിഡിറ്റി റേറ്റ്സ് എങ്ങനെയാണ്, ലിക്വിഡിറ്റി എത്രമാത്രം ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബാലൻസ് ഷീറ്റ് ആവശ്യമാണ്. ഓക്കെ, കമ്പനി ഇൻസോൾവെന്റ് ആകാനുള്ള ചാൻസസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അവിടെയാണ് ബാലൻസ് ഷീറ്റിന്റെ റെലവൻസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കഴിഞ്ഞ ഒരു ടൈം പീരീഡിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കമ്പനി എത്രമാത്രം പ്രോഫിറ്റ് ഏൺ ചെയ്തു, നിലവിൽ എത്രമാത്രമാണ് കമ്പനിയുടെ എക്സ്പെൻസുകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലുള്ള വേരിയേഷൻസ് കാണിക്കുന്ന സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, എനിവേ കൺസെപ്ച്വലി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം ആലോചിക്കുക. അതായത് ഇറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഒന്നെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൽ നിന്നും എന്താണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതിന്റെ പർപ്പസ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുന്ന വഴി നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്? ഒന്ന്, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കണം. To assess the company's ability to generate earnings relative to revenue, assets, equity, etc. എത്രമാത്രം പ്രോഫിറ്റ് മേക്കിംഗ് എബിലിറ്റി ഉണ്ട്, ഇതാണ് പ്രോഫിറ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണ്. ലിക്വിഡിറ്റി മീൻസ് നമുക്ക് അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. അപ്പോൾ ആ ഒരു എബിലിറ്റി, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി വഴി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് റെലവെന്റ് ആണ്. അതോടൊപ്പം സോൾവെൻസി, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്.
കമ്പനി ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് സോൾവൻസി വഴി പറയുന്നത്. അതേസമയം ലിക്വിഡിറ്റി ആണെങ്കിൽ ഷോർട്ട് ടേം ഡെറ്റ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. സോൾവൻസി നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കമ്പനിക്ക് ലോങ് ടൈമിലേക്കുള്ള നിലനിൽപ്പുണ്ടോ എന്നതാണ്. അതായത് അസറ്റിനെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടോ, ഇതാണ് സോൾവൻസി വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. ലോങ് ടേം ഒബ്ലിഗേഷൻ ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ദെൻ എഫിഷ്യൻസി, to evaluate how will the company is using its assets to make and manage its liabilities. കമ്പനിയുടെ പെർഫോമൻസ് എഫിഷ്യൻസി, അത് എത്രമാത്രം നല്ലവണ്ണമാണ് കമ്പനിയുടെ അസറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ലൈബിലിറ്റീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇത് എഫിഷ്യൻസി വഴി നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം മാർക്കറ്റ് പ്രോസ്പെക്ട്സ്, ടു എസ്റ്റിമേറ്റ് കമ്പനീസ് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു ഫോർകാസ്റ്റിങ്ങിന് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് യൂസ് ചെയ്യാം. പ്രെഡിക്റ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും നമ്മുടെ ട്രെൻഡ്, ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ പോകുന്നത്. ഇതൊക്കെ നമുക്ക് ഭാവിയെ പറ്റി മനസ്സിലാക്കാനും ഈ ഒരു ടെക്നിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ, ലിക്വിഡിറ്റി, സോൾവൻസി, എഫിഷ്യൻസി, മാർക്കറ്റ് പ്രോസ്പെക്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് യൂസ് ചെയ്യാം. ഓക്കെ, നൗ ടെക്നിക്സ്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന് വെർട്ടിക്കൽ അനാലിസിസ്. നമ്മളിത് കോമൺലി പറയും കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും, റൈറ്റ്? പലപ്പോഴും പഠിച്ചിട്ടുള്ളത് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് എന്നായിരിക്കും. ഇത് വെർട്ടിക്കൽ അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോമൺ സൈസ് അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ലൈൻ ഐറ്റംസ് ഇൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് എ ബേസ് ഫിഗർ. നമ്മളിപ്പോ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ബേസ് ഫിഗർ എടുത്തിട്ട് ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റത്തെയും നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുക, എത്രമാത്രം പെർസെൻറ്റേജ് ആണ്. അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് 100% ആക്കി വെച്ചുകൊണ്ട് ഓരോ എക്സ്പെൻസും ഈ സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വെർട്ടിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റൊരു കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രീവിയസ് പെർഫോമൻസുമായിട്ടോ ഒന്നുമല്ല കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നതല്ല, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ബേസ് ഫിഗർ എടുക്കുന്നു. ആ ബേസ് ഫിഗറിനെ 100% ആക്കി വെച്ചുകൊണ്ട് ആ 100%ന്റെ എത്ര ശതമാനമാണ് ഓരോ ഐറ്റംസും, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന ഓരോ ഐറ്റംസും നമ്മളുടെ സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കും. സെയിൽസ് ആണ് ബേസ് ഫിഗർ ആയിട്ട് എടുക്കുക. അതേസമയം നമ്മൾ യൂസ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ടോട്ടൽ അസറ്റ്സ് എടുക്കുന്നു, അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ഐറ്റവും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വെർട്ടിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് ജസ്റ്റ് ഓർക്കുക, വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഇയേഴ്സിനെ അല്ല, ഒറ്റ ബാലൻസ് ഷീറ്റിന്റെ ഐറ്റംസിനെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതേ കൺസെപ്റ്റ് തന്നെ ഹൊറിസോണ്ടൽ അനാലിസിസ് വരുമ്പോഴോ ഇവിടെ നമ്മൾ രണ്ട് പീരീഡുകളെയോ അല്ലെങ്കിൽ ഡിഫറെന്റ് പീരീഡ്സിനെയോ എടുത്ത് കമ്പയർ ചെയ്യുന്നു. ഈ വർഷത്തെ പെർഫോമൻസും കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇത് ഹൊറിസോണ്ടൽ ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു ആളുകളിലെ പെർഫോമൻസുകളിൽ എടുത്ത് കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ട്രെൻഡ് ചെയ്യാം. ട്രെൻഡ് അനാലിസിസ് എന്ന് പറയും. അതും ഒരു തരത്തിലുള്ള ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. സോ ദിസ് കമ്പയർസ് ഫിനാൻഷ്യൽ ഡേറ്റ ഓവർ എ സീരീസ് ഓഫ് പീരീഡ്സ്, ഐഡന്റിഫൈങ് ട്രെൻഡ്സ്, ഗ്രോത്ത് പാറ്റേൺസ്, ഡിക്ലൈൻസ് ഓവർ ടൈം. എങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളുടെ സെയിൽസ് വോളിയം പൊക്കോണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 5 വർഷത്തെ ട്രെൻഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് എത്രമാത്രം ഓരോ വർഷങ്ങളിൽ ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ബാലൻസ് ഷീറ്റോ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം പല ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്, ഒന്നിലധികം ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് പരസ്പരം കമ്പയർ ചെയ്യുന്നു, അതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇതിനെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നും ട്രെൻഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയാം. ഓക്കെ, അതാണ് ഹൊറിസോണ്ടൽ അനാലിസിസ്. മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ദാറ്റ് ഇൻവോൾവ്സ് ദി കാൽക്കുലേഷൻ ഓഫ് റേഷ്യൂസ് ഫ്രം ഫിനാൻഷ്യൽ ഡേറ്റ ടു ഇവാലുവേറ്റ് പെർഫോമൻസ്. ഇവിടെ നമ്മൾ റേഷ്യൂസ് ആണ് എടുക്കുന്നത്. അതായത് ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, എഫിഷ്യൻസി റേഷ്യോ, മാർക്കറ്റ് റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, അങ്ങനെയുള്ള പല റേഷ്യൂസ് എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് ഈ റേഷ്യൂസിന്റെ സഹായത്തോടുകൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് റേഷ്യോ അനാലിസിസ്. സോ 3 തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. ഇവയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. എനിവേ, ഡിഡ് യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് വെർട്ടിക്കൽ അനാലിസിസ്, വാട്ട് ഈസ് ഹൊറിസോണ്ടൽ അനാലിസിസ്? കൺസെപ്റ്റുകളെ മനസ്സിലായോ? എന്താണ് കൺസെപ്റ്റ് എന്ന് ക്ലിയർ ആയോ? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സിലേക്ക് പോകാം. അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജുകൾ. ഒന്ന്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദി കമ്പനീസ് ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. സോ ഓരോ ഇൻഡസ്ട്രീസിനും ഒരു അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓരോ ഇൻഡസ്ട്രീസും ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് ലെറ്റ് മി ടെൽ യു, ഇപ്പൊ നമ്മൾ കറണ്ട് റേഷ്യോ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എടുക്കുകയാണ്. ഒരു നോർമൽ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ഇറ്റ് മേ ബി ലൈക്ക് 1:2. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു സ്റ്റാൻഡേർഡ്, ഒരു റൂൾ ഓഫ് തമ്പ് എന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു സം അതർ സെക്ടർ, ലൈക്ക് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, 1:2 അവിടെ ഓക്കെ അല്ല. അവിടെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്, ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഫിക്സ് ചെയ്യാൻ. അല്ലാതെ എല്ലാത്തിനും കണ്ണടച്ച് യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരിടത്തും തന്നെ ഇല്ല. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് കമ്പനീസ് ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. കമ്പനി ഏത് രീതിയിലാണ്, കമ്പനിയുടെ ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, ഇക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നിടത്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നോളജ് ഓഫ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഇക്കണോമിക് കണ്ടീഷൻസ് ഹെൽപ്പ് കൺസെപ്ച്വലൈസ് ഫിനാൻഷ്യൽ ഡേറ്റ. ഈ ഫിനാൻഷ്യൽ ഡേറ്റയെ ഒരു റാൻഡം, ഇപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുന്ന ഏതൊരു സ്റ്റുഡൻസും ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് കമ്പനീസ് ഒരിക്കലും സെയിം അല്ല, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിലുള്ള കമ്പനീസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സെയിം രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അവയുടെ രണ്ടിടത്തും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവാലുവേഷൻ പോസിബിളേ അല്ല. അത് വെച്ചുകൊണ്ട് ഡിഫറെന്റ് ഇൻഡസ്ട്രീസിനെ പറ്റി അവരുടെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഇവാലുവേഷനിലേക്ക് പോകാൻ സാധിക്കൂ. അതാണ് ആദ്യത്തെ സ്റ്റേജ് ചെയ്യേണ്ടത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് കമ്പനീസ് ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. രണ്ടാമതായിട്ട് എക്സാമിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, റിവ്യൂ ദി ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഡീറ്റെയിൽഡ് ആയുള്ള ഇവാലുവേഷനിലേക്ക് കടക്കുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം കമ്പാരിറ്റീവ് ആൻഡ് റേഷ്യോ അനാലിസിസ്, അതായത് ക്യാൻ ഗോ ത്രൂ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം, റേഷ്യോ അനാലിസിസ് നടത്താം. ഇതൊക്കെ വഴി ഇവാലുവേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു. കമ്പയർ ദി ഡേറ്റ ഓവർ ടൈം, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓവർ ടൈമിലെ ഡേറ്റ കമ്പയർ ചെയ്യാം. റേഷ്യോ ട്രെൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിലവിലുള്ള ഡേറ്റ എങ്ങനെയാണ്, പെർസെൻറ്റേജ് പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെ ഓരോ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഇന്റർപ്രറ്റ് ദി റിസൾട്ട്സ്, എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. സോ ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഡിറൈവ് ഇൻസൈറ്റ്സ് റിഗാർഡിംഗ് ദി കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതിനെ വെച്ചുകൊണ്ട് കമ്പനിയുടെ പൊസിഷൻ എങ്ങനെയാണ്, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഫൈൻഡിങ്സിലേക്ക് എത്തുക. സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫസ്റ്റ് സ്റ്റേജ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കമ്പനീസ് ഇൻഡസ്ട്രി ആൻഡ് എൻവയോൺമെന്റ്. സെക്കൻഡ്, എക്സാമിൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് നമുക്ക് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അനാലിസിസുകൾ കണ്ടക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി ഇന്റർപ്രറ്റ് ദി റിസൾട്ട്സ്. ഓക്കെ, സോ ഇതാണ് ഡിഫറെന്റ് സ്റ്റേജസ്. ഇനി ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡേറ്റയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ഡേറ്റയാണ്, റൈറ്റ്? അതിനെ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡയറക്ട്ലി ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ വരാം, അതാണ് ഒരു ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡേറ്റ. രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് പോളിസീസ്. ഡിഫറൻസസ് ഇൻ അക്കൗണ്ടിങ് മെത്തേഡ്സ് ബിറ്റ്വീൻ കമ്പനീസ് ക്യാൻ അഫക്റ്റ് കമ്പയറബിലിറ്റി. ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പനി ഫോളോ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് പോളിസീസ് ആകണമെന്നില്ല മറ്റൊരു കമ്പനി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോളിസീസിലുള്ള ഡിഫറൻസസ് ഈ കമ്പാരിസനെ അഫക്റ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് അക്കൗണ്ട് ഫോർ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് സച്ച് ആസ് മാനേജ്മെന്റ് ക്വാളിറ്റി, മാർക്കറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ്. ഇവിടെ ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പ്യുവർലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് കിട്ടുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഇന്റർപ്രിറ്റേഷനിൽ പലപ്പോഴും എത്തിച്ചെന്നിരിക്കില്ല. ഇതെല്ലാമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്. സോ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്രീഫ്ലി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ഡിഫറെന്റ് ടൈപ്സിലേക്കാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർട്ടിക്കൽ അനാലിസിസ് ആണ്. കോമൺ സൈസ് അനാലിസിസ് എന്നും പറയാം. വെർട്ടിക്കൽ അനാലിസിസ് എന്താണ്? വെർട്ടിക്കൽ അനാലിസിസ്, it is also known as common size analysis. It is a method of financial statement analysis in which
each item on a financial statement is listed as a percentage of a base figure. ഇത് ഓർക്കുക, ഒരു ബേസ് ഫിഗറിനെ വച്ചുകൊണ്ട് ആ ബേസ് ഫിഗറിന്റെ പെർസെൻറ്റേജ് ആയിട്ട് ഓരോ ഐറ്റത്തെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത്, സെയിൽസ് ആണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ബേസ് ഫിഗർ ആയിട്ട് എടുക്കുന്നത്. അതിനെ 100% ആയിട്ട് എടുക്കുന്നു. അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പെർച്ചേസസ്, അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് മറ്റ് എക്സ്പെൻസസ് എന്നാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കോമൺ ഫിഗർ, ആ ഒരു കോമൺ ഫിഗർ അല്ലെങ്കിൽ ആ ഒരു ബേസ് ഫിഗർ വെച്ചുകൊണ്ട് ആ ബേസ് ഫിഗറിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ മറ്റ് ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദി റിലേറ്റീവ് പ്രപ്പോർഷൻ ഓഫ് വേരിയസ് കോമ്പോണൻസ് ആൻഡ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അക്രോസ് ഡിഫറെന്റ് കമ്പനീസ് ഓവർ ഡിഫറെന്റ് പീരീഡ്സ്. പല കമ്പനികൾ എടുത്തിട്ട് ആ പല കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 60% ആണെന്ന് മനസ്സിലാക്കി, അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മറ്റൊരു കമ്പനിയുടെ പ്രോഫിറ്റ് എത്രമാത്രമാണ് സെയിൽസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാമല്ലോ. അപ്പൊ ആ രീതിയിൽ കമ്പാരിസന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, ലെറ്റ് മീ ഷോ യു. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈച്ച് ഐറ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് 100% ആയിട്ട് എടുക്കും. അതിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ഓരോ ഐറ്റംസും നമ്മൾ എഴുതുന്നത്. ദിസ് ഹെൽപ്സ് ഇൻ അസസിങ് ഹൗ മച്ച് ഓഫ് ദി റവന്യൂ ഇസ് കൺസ്യൂംഡ് ബൈ വേരിയസ് എക്സ്പെൻസസ്. അതായത് ടോട്ടലിന്റെ എത്ര പെർസെൻറ്റേജുകളാണ് ഓരോ എക്സ്പെൻസുകളിലേക്കും പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ പറയുന്ന 100%ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്, ലൈക്ക് അതൊരു 20% ആണെന്ന് വിചാരിക്കുക. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒരു 10%. ടോട്ടൽ എന്ന് പറയുന്നത് 100 ആണ്. 100ന്റെ 20%, ഈ 100ന്റെ 10%. അങ്ങനെ ഓരോന്നിനെയും ഈ ബേസിക് ഫിഗറിന്റെ പെർസെൻറ്റേജുകളായിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് നെറ്റ് സെയിൽസ് ആർ ദിസ് ഇസ് 10 lakh, റൈറ്റ്? 10 lakh ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് 6 lakh. 10 lakhs ആണ് നെറ്റ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 6 lakh ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ഈ 10 lakhന്റെ 60% ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ എഴുതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് വെർട്ടിക്കൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്നത്. ലെറ്റ് മീ ഷോ യു. സി ദിസ് വൺ. ഇതൊരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നെറ്റ് സെയിൽസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നെറ്റ് സെയിൽസ് 100% ആണ്. അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുന്നു. 100% അതാണ്. അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ഐറ്റംസ് എന്നുമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 6 lakh ആണ്. ഇപ്പൊ നെറ്റ് സെയിൽസിന്റെ 60% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40% ആണ്. 4 lakh 40%. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നോക്കി അത് 2 ലക്ഷം വരുന്നുണ്ട്. സോ 2 ലക്ഷം എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 20% ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും വെർട്ടിക്കൽ അനാലിസിസ് പ്രകാരം പെർസെൻറ്റേജ് എടുക്കുകയാണ് ബേസ്ഡ് ഓൺ എ ബേസ് വാല്യൂ. ആ ബേസ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നെറ്റ് സെയിൽസ് ആയിരിക്കും. ആ സെയിൽസിന്റെ പെർസെൻറ്റേജ് ആയിട്ട് ഓരോ ഐറ്റംസിനെയും നമ്മൾ എഴുതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ യു ക്യാൻ സി അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കുറച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് നെറ്റ് ഇൻകം ബിഫോർ ടാക്സ്. നെറ്റ് ഇൻകം ബിഫോർ ടാക്സ് ഈ 4 lakhൽ നിന്നും 2 lakh കുറച്ചു, യു ഗോട്ട് 2 lakh അഗെയിൻ. 20% ആണെന്ന് മനസ്സിലാക്കാം. ആ 2 lakhൽ നിന്ന് ഇൻകം ടാക്സ് മൈനസ് ചെയ്യുന്നു. ഇൻകം ടാക്സ് 50,000 വന്നു. അത് മൈനസ് ചെയ്തപ്പോൾ 1,50,000 ആണ് നെറ്റ് ഇൻകം, റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് പറയാം? നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിന്റെ 15% ആണെന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ ഓരോ ഐറ്റത്തെയും ഇൻകം സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓരോ ഐറ്റത്തെയും ഒരു ബേസ് ഫിഗറിന്റെ പെർസെൻറ്റേജുകളായിട്ട് എഴുതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ പറയുന്ന ബേസ് ഫിഗർ നെറ്റ് സെയിൽസ് ആണെന്ന് ഓർക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണ്. സോ ഇൻ ദി കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഈച്ച് ഐറ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അസറ്റ്സ് ഓർ ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. അപ്പൊ ആ ഒരു ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ ഉണ്ടല്ലോ, ആ ടോട്ടലിന്റെ പെർസെൻറ്റേജുകളായിട്ട് ഒന്നെങ്കിൽ അസറ്റ് സൈഡിന്റെ ടോട്ടൽ ആകാം, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ ആകാം. ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? ലയബിലിറ്റീസ് വരും, അതുകൂടാതെ ഇക്വിറ്റി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ വരുന്നത്.
സോ അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ ഫിഗർ ഏതാണോ ആ ടോട്ടൽ ഫിഗറിന്റെ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും ഓരോ ഐറ്റത്തെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദി സ്ട്രക്ചർ ഓഫ് ദി കമ്പനീസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഗീവൺ അസറ്റ് എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഗീവൺ ലയബിലിറ്റി എന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇഫ് ടോട്ടൽ അസറ്റ്സ് ആർ, ഇമാജിൻ ദിസ് ഈസ് 2 crore, റൈറ്റ്? 2 crore അല്ലേ? അല്ല, 20 lakhs. 20 lakhs ആണ് ടോട്ടൽ അസറ്റ്സ് എന്ന് വിചാരിക്കാം. ദെൻ ആൻഡ് ഇൻവെന്ററി ഈസ് 4 lakhs. Inventory would be expressed as 20% of total assets in vertical analysis. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ അസറ്റ്സ് 20 lakhs ആണ്, ഇൻവെന്ററി എന്ന് പറയുന്നത് 4 lakh വന്നിരിക്കുന്നത്. അതായത് 4 lakh ഈ 20 lakhsന് എത്ര പെർസെന്റ് ആണെന്ന് നോക്കിയാൽ മതി. 4 lakh divided by 20 lakhs into 100, you will get 20%. ആ 20% ഇൻവെന്ററി എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോ ഐറ്റവും ടോട്ടൽ വാല്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ്, ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ ടോട്ടലിൽ എത്ര പെർസെന്റേജ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആ പെർസെന്റേജുകൾ എഴുതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടൽ അസറ്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 lakhs ആണെങ്കിൽ അതിനെ നമ്മൾ 100% ആയിട്ട് എടുത്തു. ആ 100%ന്റെ എത്ര ശതമാനമാണ് ക്യാഷ്? ക്യാഷ് വരുന്നത് 2 lakh ആണ്. 2 lakh എന്ന് പറഞ്ഞാൽ 20,000 എത്ര പെർസെന്റ് ആണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 20 lakhsന് എത്ര പെർസെന്റ് ആണെന്ന് അറിയണമെങ്കിൽ 2 lakh divided by 20 lakhs into 100, you will get 10%. Then inventory 4 lakh ആണ്. 4 lakh divided by 20 lakhs into 100, 20%. പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റ് എക്സെട്ര അങ്ങനെയുള്ള അസറ്റുകളെല്ലാം കൂടി 12 lakhs ആണ്. 12 lakh divided by 20 lakhs into 100, 60% എന്ന് കിട്ടി. അതേപോലെ ടോട്ടൽ ലയബിലിറ്റീസ് അഗെയിൻ 12 lakh ആണ്. 12 lakh divided by 20 lakhs into 100, 60% എന്ന് വീണ്ടും കിട്ടി. ടോട്ടൽ ഇക്വിറ്റി 8 lakh ആണ്. 8 lakh divided by 20 lakhs into 100, 40% എന്ന് കിട്ടി. സോ ഇത്തരത്തില് ഓരോ ബാലൻസ് ഷീറ്റ് ഐറ്റത്തിനെയും ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ള രീതിയിൽ എഴുതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് വെർട്ടിക്കൽ അനാലിസിസ്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? വെർട്ടിക്കൽ അനാലിസിസിന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അതിന്റെ ബെനിഫിറ്റ്സ് ബ്രീഫ്ലി പറയാം. വെർട്ടിക്കൽ അനാലിസിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് കമ്പാരിസൺ ആണ്. നമുക്കിവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ടോട്ടൽ ഒരു വാല്യൂ എടുക്കുന്നു, ഒരു ബേസ് ഫിഗർ എടുക്കുന്നു, അതിന്റെ ഇത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ്, അതിന്റെ ഇത്ര പെർസെന്റേജ് ആണ് പെർച്ചേസസ്, എക്സ്പെൻസസ് എന്ന് നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ it allows easier comparison between companies of different sizes by standardizing data as percentages, making it possible to see the structural differences. ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. എ എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടി എന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ നോക്കിയപ്പോൾ ടോട്ടൽ അസറ്റ്സിന്റെ 20% ഇൻവെന്ററി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടോട്ടൽ അസറ്റ്സിന്റെ 20% ഇൻവെന്ററി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു കമ്പനിയുടെ നോക്കിയപ്പോൾ ടോട്ടൽ അസറ്റ്സിന്റെ 5% മാത്രമേ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസസ് അവരുടെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കും. അതായത് ആ കമ്പനി അത്രയും ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്നവരല്ല. ദേ മേ ബി ഒരുപാട് ഇൻവെന്ററി സ്റ്റോക്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ JIT പോലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നവരാകാം, ജസ്റ്റ് ഇൻ ടൈം പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാകാം. അപ്പൊ അത്തരത്തില് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത്തരത്തിൽ ഈസി ആയിട്ട് ഒരു കമ്പാരിസൺ ആണ് വെർട്ടിക്കൽ അനാലിസിസ് നമുക്ക് തരുന്നത്. ദെൻ ട്രെൻഡ് അനാലിസിസ്. ബൈ അപ്ലൈയിങ് വെർട്ടിക്കൽ അനാലിസിസ് ഓവർ മൾട്ടിപ്പിൾ പീരീഡ്സ്, യൂസർ ക്യാൻ ഐഡന്റിഫൈ ദി ട്രെൻഡ്സ് ഇൻ എക്സ്പെൻസസ്, പ്രോഫിറ്റ്, അസറ്റ് അലോക്കേഷൻ ആൻഡ് ലയബിലിറ്റീസ്. പല വർഷങ്ങളിലെ വെർട്ടിക്കൽ അനാലിസിസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ഇതൊരു വർഷത്തെയാണ്. ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ വെർട്ടിക്കൽ അനാലിസിസ് ചെയ്തു. ആ 5 വർഷത്തെ ഡേറ്റയിൽ ഫസ്റ്റ് ഇയറിൽ ക്യാഷ് എന്ന് പറയുന്നത് 4% ആയിരുന്നു, സെക്കൻഡ് ഇയറിൽ 6% ആയി, തേർഡ് ഇയറിൽ 8% ആയി, ദെൻ ഫോർത്ത് ഇയറിൽ 9% ആയി, ദെൻ ഫിഫ്ത്ത് ഇയറിൽ അത് 10% ആയി. സോ യു ക്യാൻ സീ എ ട്രെൻഡ്, റൈറ്റ്? ക്യാഷ് പൊസിഷൻ കമ്പനിയുടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പല വർഷങ്ങളിലെ വെർട്ടിക്കൽ അനാലിസിസ് ഡേറ്റ എടുക്കുകയാണെങ്കിൽ
ഓരോ വർഷങ്ങളുടെ പെർസെൻറ്റേജുകൾ നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻ ഇങ്ങനെയാണ്. ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ ഐറ്റവും, അതെങ്ങനെ മൂവ് ചെയ്തു, ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ, എന്ത് വേരിയേഷൻ ആണ് പല വർഷങ്ങളിലായിട്ട് വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനും ഈ ഒരു മെത്തേഡ്, ഈ ഒരു അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. Then focus on important changes. It helps highlight significant changes in proportions over time. For example, the percentage of sales spent on cost of goods sold or operating expenses increase. It would signal efficiency problems or rising costs. അതായത് കഴിഞ്ഞ വർഷത്തിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആയിരുന്നു. ഈ വർഷമായപ്പോൾ അത് 15 ആയി കൂടി. എന്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇത്രയും കൂടി? അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുക്കാം. കഴിഞ്ഞ വർഷത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആയിരുന്നു. ഈ വർഷം അത് 30% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഫേവറബിൾ അല്ലാത്തതും ഫേവറബിൾ ആയിട്ടുമുള്ള ഡിഫറെന്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് വെർട്ടിക്കൽ അനാലിസിസ് ഒരു വഴി തരും. റൈറ്റ്, അതൊക്കെയാണ് വെർട്ടിക്കൽ അനാലിസിസിന്റെ ബെനിഫിറ്റ്സ്. സിംപ്ലിഫൈഡ് കമ്പാരിസണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. Then focus on important changes. ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ വെർട്ടിക്കൽ അനാലിസിസ് ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി പറയുന്നത് ഹൊറിസോണ്ടൽ അനാലിസിസിനെ പറ്റിയാണ്. ഹൊറിസോണ്ടൽ അനാലിസിസിനെ നമുക്ക് രണ്ട് കാര്യങ്ങളൊന്നു, ട്രെൻഡ് അനാലിസിസ് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. അതേപോലെ കമ്പാരിറ്റീവ് അനാലിസിസും ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മറ്റൊരു വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ ഡേറ്റയും ഈ വർഷത്തെ ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതെല്ലാം കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. ഇതെല്ലാം ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ അനാലിസിസ് ഇൻക്ലൂഡ്സ് ട്രെൻഡ് അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് വെയർ ഫിനാൻഷ്യൽ ഡേറ്റ ഈസ് കമ്പയർഡ് ഓവർ മൾട്ടിപ്പിൾ പീരീഡ്സ് ടു ഐഡന്റിഫൈ ട്രെൻഡ്സ്, ഗ്രോത്ത് പാറ്റേൺസ് ഓർ ചേഞ്ചസ് ഇൻ പെർഫോമൻസ്. ഒന്നിലധികം പീരീഡ്സിലെ ഫിനാൻഷ്യൽ ഡേറ്റ എടുത്ത് കമ്പയർ ചെയ്യുന്നു. ഇന്ന് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും സെയിൽസ് ഡേറ്റ എടുക്കുന്നു. കഴിഞ്ഞ വർഷത്തെ സെയിൽസിനേക്കാൾ ഈ വർഷം 10% ഇൻക്രീസ് ഉണ്ട്. മനസ്സിലാക്കാലോ? അങ്ങനെയുള്ള കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. ഓക്കെ, ഇറ്റ് ഷോസ് ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ഓവർ ടൈം എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓർ ആൻ ആബ്സല്യൂട്ട് വാല്യൂ. ഇവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇൻക്രീസ് വന്നിട്ടുണ്ടോ ഡിക്രീസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഒന്ന് കമ്പാരിറ്റീവ് ആണ്. അതായത് ഓവർ ടൈമിൽ എങ്ങനെയാണ് ഈ ഡേറ്റ ചേഞ്ച് ചെയ്തത് എന്ന് കമ്പാരിസണിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. ഹൊറിസോണ്ടൽ അനാലിസിസ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ ഓവർ സെവറൽ ഇയേഴ്സ് or accounting periods. This helps in understanding the growth, decline in key financial metrics such as sales, expenses, profits, assets and liabilities. കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ സെയിൽസിൽ എത്രമാത്രം വേരിയേഷൻ വന്നു, ലാസ്റ്റ് ഇയറുമായിട്ട് അപേക്ഷിച്ച് ഈ വർഷം എക്സ്പെൻസിൽ എത്രമാത്രം വേരിയേഷൻ വന്നു. അങ്ങനെ ഓരോ വർഷത്തെയും എടുത്ത് കമ്പയർ ചെയ്യാൻ, ഓരോ വർഷത്തെയും മാറ്റം ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഹൊറിസോണ്ടൽ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓർ അബ്സല്യൂട്ട്. ഒന്നെങ്കിൽ അതൊരു പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ആയിട്ട്. 10,000 rupees ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ 10% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇയർ ബേസ്ഡ് കമ്പാരിസൺ. സോ കോമൺ സൈസ് ആണെങ്കിൽ ഒരു വർഷത്തെ ഡേറ്റ എടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് കോമൺ സൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ അനാലിസിസ് നമ്മളുടെ മൾട്ടിപ്പിൾ ഇയേഴ്സിലെ ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ബേസിക് ഡിഫറൻസ്. സോ ബേസ് ഇയർ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ദി ഫിനാൻഷ്യൽ ഡേറ്റ ഈസ് of the first period, the base year, is taken as the reference point and subsequent periods are compared against it to measure the changes. ഇപ്പൊ നമ്മൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഡേറ്റ ഒരു ബേസ് ഇയർ ആക്കി എടുത്തിട്ട് ഈ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തിലെ സിറ്റുവേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ബേസ് ഇയർ ആക്കി എടുത്തിട്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും എന്ത് മാറ്റമാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ അനാലിസിസിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജസ്. ഒന്ന്, സെലക്ട് എ ബേസ് ഇയർ. ഇപ്പൊ 2022 ബേസ് ഇയർ ആയിട്ട് എടുത്തു. ദെൻ കമ്പാരിസൺ ഇയർ, 2023 നമ്മൾ കമ്പാരിസൺ ഇയർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 2022 ഡേറ്റ 2023 ഡേറ്റയിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം വന്നിരിക്കുന്നു, അതിന്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് നമുക്ക് അറിയണം. സോ യൂസ് ദി ഫോളോയിങ് ഫോർമുല ടു കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പൊ ആ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് അറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? കറണ്ട് ഇയർ വാല്യൂ മൈനസ് ബേസ് ഇയർ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് ഇയർ വാല്യൂ. ഈ വർഷത്തെ വാല്യൂയിൽ നിന്നും പ്രീവിയസ് ഇയറിലെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്നു.
ഡിവൈഡ് ബൈ ബേസ് ഇയർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പെർസെൻറ്റേജ് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഫോർമുല കാൽക്കുലേറ്റ്സ് ഹൗ മച്ച് ദി വാല്യൂ ഹാസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ബേസ് ഇയർ വാല്യൂ. ബേസ് ഇയർ വാല്യൂവിനെ അപേക്ഷിച്ച് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു, എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. സീ ദിസ്. ഇതൊരു പെർസെൻറ്റേജ് ഓർ യു ക്യാൻ സേ ഇതൊരു ഹൊറിസോണ്ടൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, 2 വർഷങ്ങളിലെ ഡേറ്റ തന്നിട്ടുണ്ട്, കമ്പാരിറ്റീവ് ആണ്. സോ 2 വർഷം എന്ന് പറയുമ്പോൾ 2022-23 ഡേറ്റ. നെറ്റ് സെയിൽസ് 2022 5 ലക്ഷമായിരുന്നു, 23-ആയപ്പോൾ 6 ലക്ഷമായി. എന്ത് ചേഞ്ചാണ് വന്നിരിക്കുന്നത്? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 lakh ആണ്. 1 ലക്ഷം രൂപ ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷത്തെ വാല്യൂ ഇക്വേഷൻ പ്രകാരം ഈ വർഷത്തെ വാല്യൂ 6 lakh ആണ്. 6 lakh മൈനസ് 5 lakh ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എന്ന് പറയുന്ന 5 lakh. സോ വിൽ ഗെറ്റ് ദി ചേഞ്ച്. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ആ ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഡിവൈഡ് ബൈ ബേസ് വാല്യൂ. സോ വിൽ ഗെറ്റ് 1 lakh ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100, ദാറ്റ് ഈസ് 20%. അങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓരോ ഐറ്റത്തിന്റെയും പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3 lakh ആയിരുന്നു 2022. അത് 3,30,000 ആയി എന്ന് പറഞ്ഞാൽ 30,000 ഇൻക്രീസ് ചെയ്തു. 30,000 ഡിവൈഡ് ബൈ 3 lakh ഇൻറ്റു 100. 3 lakhന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 30,000? 10% ആണ് 30,000. വി ഗോട്ട് ഇറ്റ്. ഓക്കെ, അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് എടുക്കുന്നു. 2 lakh ആയിരുന്നു 2022. 2023 ആയപ്പോൾ അത് 2,70,000 ആയി. ഡിഫറൻസ് എന്ന് പറയുന്നത് 70,000 ആണ്. 70,000 എന്ന് പറയുന്നത് 35% ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 1 lakh ആയിരുന്നു, അത് 1,20,000 ആയിട്ട് ഉയർന്നു. 20,000 ഇൻക്രീസ് ചെയ്തു. 20% ആണ് ആ ഒരു ഇൻക്രീസ്. ദെൻ നെറ്റ് ഇൻകം 70,000 ആയിരുന്നു, അത് 1,10,000 ആയി. 40,000 ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് 57% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ഈ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ സാധിക്കും? ഈ എക്സാമ്പിളിൽ നെറ്റ് സെയിൽസ് ഇൻക്രീസ്ഡ് ബൈ 1 lakh വിച്ച് റെപ്രസെന്റ്സ് എ 20% ഇൻക്രീസ് ഫ്രം ദി ബേസ് ഇയർ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 20% ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ സിമിലർലി കമ്പനീസ് നെറ്റ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 40,000. നെറ്റ് ഇൻകത്തെ എത്രമാത്രമാണ്? 40,000 ഇൻക്രീസ് ചെയ്തു. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 57% നെറ്റ് ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ അതിൽ നിന്നും ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ് ഇതാണ്. ഇവിടെ നമുക്ക് ഇവാലുവേഷൻ ഇന്റർപ്രിറ്റേഷനും വേണം. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും എന്താണ് ഒരു അനലിസ്റ്റ് വായിച്ചെടുക്കുന്നത്? അനലിസ്റ്റ് മനസ്സിലാക്കുന്നത് നെറ്റ് ഇൻകം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 57% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെറ്റ് സെയിൽസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓർ മറ്റൊരു രീതി പറയാം, നെറ്റ് സെയിൽസ് 20% ഇൻക്രീസ് ചെയ്തപ്പോൾ നെറ്റ് ഇൻകത്തിൽ 57% വർധനയുണ്ട്. സോ ദർ ഈസ് ആ ഒരു ചേഞ്ചിനേക്കാൾ കൂടുതൽ വർധന നെറ്റ് സെയിൽസിൽ നെറ്റ് ഇൻകത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അതേ രീതിയിൽ നമുക്ക് പറയാം. 2022 ഐറ്റവും 2023 ഐറ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ടോട്ടൽ അസറ്റ്സ് 2022 10 lakh ആയിരുന്നു, 2023 ആയപ്പോൾ അത് 12 lakh ആയി. മീൻസ് 2 lakh ഇൻക്രീസ് ചെയ്തു. 20% ആണ് ടോട്ടൽ അസറ്റ്സിൽ ഇൻക്രീസ് ഉള്ളത്. ക്യാഷ് 1 lakh ആയിരുന്നു, 1,20,000 ആയി. 20,000 ഇൻക്രീസ് ചെയ്തു. അഗെയിൻ 20% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇൻവെന്ററി 3 lakh ആയിരുന്നു, 3,20,000 ആയി. 20% ഇൻക്രീസ് ചെയ്തു. 20,000 ഡിവൈഡ് ബൈ 3 lakh ചെയ്ത് കഴിഞ്ഞാൽ 6.67% ആണ് ഇൻക്രീസ്. ടോട്ടൽ ലയബിലിറ്റീസ് 6 lakh ആയിരുന്നു, 7 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 1 lakh ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16.67 ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഇക്വിറ്റി ആണെങ്കിൽ 4 lakh ആയിരുന്നു, അത് 5 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 1 lakh ആണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് 25% ഇക്വിറ്റിയിൽ ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? സി ഇൻ ദിസ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ അസറ്റ്സ് ഗ്രോ ബൈ 20%. അല്ലെ, ടോട്ടൽ അസറ്റ്സ് 20% ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ ലയബിലിറ്റീസ് ഇൻക്രീസ്ഡ് ബൈ 16.67. ടോട്ടൽ ലയബിലിറ്റീസ് 6 lakh ആയിരുന്നത് 7 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 16.67% ഇൻക്രീസ് ചെയ്തു. ആൻഡ് ഇക്വിറ്റി റോസ് ബൈ 25%. ഇക്വിറ്റി ആണെങ്കിൽ 4 lakh നിന്ന് 5 lakh ആയി എന്ന് പറഞ്ഞാൽ 25% ഇൻക്രീസ് ചെയ്തു. These changes over time highlights the company's financial growth and
over and can indicate how efficiently resources are being managed. അപ്പോൾ ഇക്വിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്തെന്ന് തന്നെയാണ്. അപ്പോൾ അസറ്റ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത്രയും കൂടുതൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കാണിക്കുന്നത് കമ്പനിയുടെ എഫിഷ്യൻസിയാണ്, കമ്പനി ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഹൊറിസോണ്ടൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ട്രെൻഡ് എങ്ങനെയാണ്, ചേഞ്ച് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഹൊറിസോണ്ടൽ അനാലിസിസ് വഴി സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഹൊറിസോണ്ടൽ അനാലിസിസിനെ പറ്റി പറഞ്ഞു. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്ന്, ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ. വർഷങ്ങളിലൂടെ ഇപ്പൊ ഇത് നമ്മൾ 2 വർഷത്തെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. 2 വർഷത്തെ കേസ് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റുമാണ്. അതേസമയം സെയിം ഡേറ്റ നമുക്ക് 5 വർഷത്തെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 10 വർഷത്തെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? ട്രെൻഡാണ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെ നമ്മളുടെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുകയായിരുന്നോ, എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്, ആ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓരോ ഐറ്റത്തിലും അങ്ങനെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം. സോ helps to identify trends such as whether the revenue, cost or profits are increasing or decreasing over time. കമ്പനിയുടെ റവന്യൂയും കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ട്രെൻഡ് ആണോ അതോ ഡിക്രീസ് ചെയ്യുന്ന ട്രെൻഡ് ആണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ പെർഫോമൻസ് ട്രാക്കിംഗ് ട്രാക്സ് എ കമ്പനീസ് പെർഫോമൻസ് ഓവർ സെവറൽ ഇയേഴ്സ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിലൂടെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഓരോ ഐറ്റവും. ഇപ്പോൾ allowing investors, creditors and management to gauge its financial health. എങ്ങനെയാണ് പ്രോഫിറ്റ് പാറ്റേൺസ്, നെറ്റ് ഗെയിൻ എങ്ങനെയാണ്, നെറ്റ് സെയിൽസ് എങ്ങനെയാണ്, ഓവർ ദി ഇയേഴ്സ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഹൊറിസോണ്ടൽ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. എയർലി വാർണിംഗ് ഡിറ്റക്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഓർ പ്രോബ്ലംസ് ഇൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് ദാറ്റ് മേ നീഡ് അറ്റൻഷൻ. എക്സാമ്പിൾ, റാപ്പിഡ്ലി ഇൻക്രീസിംഗ് കോസ്റ്റ് ഓർ ഡിക്ലൈനിങ് സെയിൽസ്. സോ ഇത് നമുക്കൊരു ഇയർലി വാർണിംഗ് തരും. എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, നമ്മളിപ്പോ ഏതെങ്കിലും സെയിൽസ് ഇങ്ങനെ കുറഞ്ഞു വരുവാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി റെഡ്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നമുക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ചൊരു വാർണിംഗ് സിഗ്നലാണ്. എന്താണ് സംഭവിക്കുന്നത്, എന്തോ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സ്ട്രാറ്റജിക് പ്ലാനിംഗ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഹെൽപ്പിംഗ് മാനേജ്മെന്റ് സെറ്റ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യും. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് ഇങ്ങനെയായിരുന്നു, അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാനേജ്മെന്റ് സഹായിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ സിഗ്നിഫിക്കൻസ്. ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും, പെർഫോമൻസ് ട്രാക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും, അതേപോലെ ഒരു ഇയർലി വാർണിംഗ്, ഏതെങ്കിലും സിറ്റുവേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുവാണ്, കഴിഞ്ഞ വർഷങ്ങളിലൂടെ 5% എല്ലാ വർഷവും കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊരു വാർണിംഗ് ആണ്, അവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരണം. അതേപോലെ സെയിൽസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗെയിൻ വാർണിംഗ് ആണ്, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഹൊറിസോണ്ടൽ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും ഈ ഒരു മെത്തേഡ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി നീഡ് ടു ടേക്ക് ആൻ ആക്ഷൻ പ്ലാൻ. ആ ആക്ഷൻ പ്ലാൻ ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. ഓക്കെ, സോ ദീസ് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഹൊറിസോണ്ടൽ അനാലിസിസ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ അനാലിസിസും ഹൊറിസോണ്ടൽ അനാലിസിസും പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. ഇത് നമുക്ക് ഒരു സെഷൻ പൂർണ്ണമായിട്ട് വേണം. എനിവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റേഷ്യോ അനാലിസിസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. റേഷ്യോ അനാലിസിസിലേക്ക് വരാം. ഇറ്റ് റെഫേഴ്സ് ടു ദി അനാലിസിസ് ഓഫ് വേരിയസ് പീസസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ ബിസിനസ്. ദേ ആർ mainly used by external analysts to determine various aspects of a business, such as its profitability, liquidity and solvency. സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഫൈനൽ അക്കൗണ്ട് കിട്ടുവാണെങ്കിൽ ആ ഫൈനൽ അക്കൗണ്ട്സിനകത്ത് കമ്പനിയുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് റേഷ്യോസ്. ഇവിടെ നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഡിഫറെന്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഏത് രീതിയിലാണ് പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ലിക്വിഡിറ്റി, സോൾവൻസി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളായിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് പറയാം. സോ എ റേഷ്യോ ഈസ് സിംപ്ലി വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5:3, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, 5ന് ഒരു ഐറ്റത്തിന്റെ 5 എന്ന് പറയുന്നത് മറ്റേ ഐറ്റത്തിന്റെ 3 ആണ്. ഇങ്ങനെയാണ് റേഷ്യോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. റേഷ്യോനെ ഒരു ഐറ്റത്തെ മറ്റൊരു ഐറ്റത്തിന്റെ പെർസെന്റേജ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് റേഷ്യോ. സേ സിംപ്ലി വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ.
ഒന്നിന്റെ ഇപ്പൊ 1:3 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം 1 ആണെങ്കിൽ സെക്കൻഡ് ഐറ്റത്തിന്റെ 3 1 എന്ന് പറയുന്നത് 3ക്ക് തുല്യമാണ്. അതാണ് 1:3 എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഒരു ഐറ്റത്തെ നമ്മൾ മറ്റൊന്നിന്റെ ബേസിൽ മറ്റൊന്നിന്റെ ടേംസിൽ നമ്മൾ പറയുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് അക്കൗണ്ടിംഗ് റേഷ്യോ ഷോസ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് വിച്ച് ഹാവ് മീനിങ്ഫുൾ റിലേഷൻ വിത്ത് ഈച്ച് അതർ. അതായത് ഇതൊരു ഇൻഡിക്കേഷൻ ആണ്. അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കൊരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് അത് കാണിച്ചു തരും. രണ്ട് ഐറ്റംസ് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഡെറ്റ് ഇക്വിറ്റി, ഡെറ്റും ഇക്വിറ്റിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡെറ്റിന് 2 ഇക്വിറ്റി, അങ്ങനെയാണോ വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ റേഷ്യോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. Classification of ratios. Ratios may be classified as follows. Classification according to the nature of accounting statement from which ratios are derived. ഇപ്പോൾ നേച്ചർ അനുസരിച്ച്, അതായത് ഏത് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ റേഷ്യോ എടുത്തത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്നും അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് റേഷ്യോസ് എന്നും കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് റേഷ്യോസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് റേഷ്യോ ആണ്. എക്സാമ്പിൾ പറയാവുന്ന ഏതൊക്കെയാണ്? കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ആണ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന റേഷ്യോ ബാലൻസ് ഷീറ്റ് റേഷ്യോ ആണ്. അതേപോലെ ലിക്വിഡ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഇവിടെയൊക്കെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റേഷ്യോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയും. അതേ രീതിയിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഐറ്റംസ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇൻകം സ്റ്റേറ്റ്മെന്റ് റേഷ്യോ ആണ്. സോ ദീസ് റേഷ്യോസ് ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ഐറ്റംസ്, all of which are drawn from income statement. എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസും ആണ് അവിടെ വരുന്നത്. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് സെയിൽസും ആണ്. ഇവയെല്ലാം എന്താണ്? ഈ തന്നിരിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഐറ്റംസ് മാത്രമാണ്. അതിലെ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റേഷ്യോ പറയുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് റേഷ്യോ എന്ന് പറയാം. ഇനി കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് റേഷ്യോ, അതായത് ദീസ് റേഷ്യോ ഷോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐറ്റംസ്, one of which is taken from profit and loss account and another from balance sheet. ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒരൈറ്റം ബാലൻസ് ഷീറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനെ കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് റേഷ്യോ എന്ന് പറയും. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എക്സെട്ര. വേർഡ് ഒരൈറ്റം നമ്മളെന്താ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുക്കുന്നു, ഒരൈറ്റം വരുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ആ രീതിയിലാണ് ഈ റേഷ്യോസ് വരുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് ബാലൻസ് ഷീറ്റ് റേഷ്യോ, 2 ഇൻകം സ്റ്റേറ്റ്മെന്റ് റേഷ്യോ, 3 കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് റേഷ്യോ. ഇനി ക്ലാസിഫിക്കേഷൻ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പർപ്പസ് വെച്ചുകൊണ്ട് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോസ് ആൻഡ് ലിവറേജ് റേഷ്യോ ക്ലാസിഫൈ ചെയ്യും. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമാണ്. ലിക്വിഡ് റേഷ്യോ ആകുമ്പോൾ നമ്മൾ ഓരോ റേഷ്യോസിനെ പറ്റി പറയും. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആകുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഓൾറെഡി നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വെർട്ടിക്കൽ അനാലിസിസ്, ഹൊറിസോണ്ടൽ അനാലിസിസ് ആൻഡ് റേഷ്യോ അനാലിസിസിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ റേഷ്യോ അനാലിസിസിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് ലെക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ, ബിക്കോസ് ഒരു കംപ്ലീറ്റ് ലെക്ചർ വേണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. വി ഹാവ് 10 മിനിറ്റ്സ്. ഇനി നമുക്ക് 10 മിനിറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ നമ്മൾ നേരത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബിക്കോസ് എനിക്ക് അവിടെ ഒരു കണ്ടിന്യൂഷൻ വേണം. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? Okay, so that's it. Thank you all. Bye.